പൂക്കോട്ടുംപാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത്. 63 വർഷത്തെ സേവന പാരമ്പര്യമുള്ള PT സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത്. PT സൂപ്പർ മാർക്കറ്റ്, പായമ്പാടം, പൂക്കോട്ടുംപാടം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. സ്നേഹസ്പർശം എന്ന പേരിൽ മെയ് മാസം പ്രവർത്തനം ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ സംഗമം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പ്രസിഡന്റായ സമയത്ത് കുറേയേറെ കാര്യങ്ങൾ ഫണ്ട് ചെലവഴിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രീസ്കറിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ വളരെ സജീവമായി ഇടപെടുന്നു. ആവശ്യമായ ഫണ്ട് ലഭിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മളത് അതിൻ്റെ സമ്പൂർണ്ണ തലത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു STP ട്രീറ്റ്മെന്റ് പ്ലാനായിരുന്നു. അത് നമുക്ക് ഗവൺമെന്റ് നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 കോടി രൂപയിലധികം പണം അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് ഒരു നല്ല ഡയാലിസിസ് സെന്റർ അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് 1 വർഷമേ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അത് സമ്പൂർണ്ണമായി ഏജൻസി കൂടി കയറുമ്പോൾ അത് സമ്പൂർണ്ണമായി സൗജന്യമായി തന്നെ നൽകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസി മീറ്റിംഗ് വിളിച്ച് അതോടൊപ്പം തന്നെ പിന്നീട് ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് നമുക്ക് ആദ്യഘട്ടം 1 വർഷത്തേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള രാഹുൽ ഗാന്ധി MP വകയിരുത്തിയ 50 ലക്ഷം രൂപ ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 1.5 കോടി രൂപയോളം മുടക്കിയാണ് അടിസ്ഥാന സൗകര്യമൊരുക്കിയത്. ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നുള്ള 1.20 കോടി രൂപ ചെലവിട്ടുള്ള STP പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ചെലവുകൾക്കായി 1 വർഷത്തിൽ ഏകദേശം 1 കോടി രൂപയാണ് കണക്കാക്കുന്നത്. പ്രസ്തുത തുക സമാഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, യുവജന സംഘടനാ പ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ജനകീയ യോഗം ചേർന്നത്. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ 1 മാസത്തെ ഓണറേറിയം പ്രസ്തുത ഫണ്ടിലേക്ക് നൽകും. മറ്റ് വ്യക്തികൾ, സംഘടനകൾ എന്നിവരും തുക നൽകും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസ്സി ET, സ്ഥിരം സമിതി അധ്യക്ഷരായ V ശിവശങ്കരൻ, T സുലൈഖ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM സീന, K രാമൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KC കുഞ്ഞുമുഹമ്മദ്, NA മുബാറക്, T രവീന്ദ്രൻ, NP ജലാൽ, BDO YP മുഹമ്മദ് അഷ്റഫ്, മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി, CPM ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖ് എന്നിവർ സംസാരിച്ചു. എല്ലാവരും ഇതിൻ്റെ 100% സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളിതിൻ്റെ ഫണ്ട് സമാഹരണം നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ തുടങ്ങുന്ന ഡയാലിസിസ് സെൻ്ററിന് ഒരു ഭാരിച്ച ഫണ്ട് നമുക്ക് ഇതിന് വേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വിവിധ വ്യക്തികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ഉൾപ്പെടെ ഏകദേശം 10 ലക്ഷം രൂപയോളം ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളെയൊക്കെ കണ്ട് നമ്മൾ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടി ഇതിൻ്റെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്കകം നമ്മുടെ ഡയാലിസിസ് സെൻ്റർ പൂർത്തീകരിക്കാനുള്ള സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നാടിൻ്റെ ഏവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.